വോട്ട് കഴിഞ്ഞ് പോരാണ്, ഇലക്ഷൻ അല്ലെന്ന്. എന്താ ഇങ്ങനത്തെ ഒരു പ്രത്യേകത തരം ഒരു വേഷത്തിലൊക്കെ വോട്ട് ചെയ്യാൻ പോയിക്കണം? എന്തുമാതിരി സാധാരണക്കാരന്റെ ഒരു വേഷത്തിൽ പോയിക്കൂടെ? പോവാം. ഇതിന് ഈ ഒരു ഡ്രസ്സിങ്ങിന് രണ്ട് കാരണങ്ങളുണ്ട്, പറഞ്ഞുതരാം. പല ആളുകളും ഇപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഈ ഒരു ഡ്രസ്സ് ഇടാനുള്ള കാരണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഓരോ ഇന്ത്യക്കാരനും, വോട്ടുള്ള ഓരോ പൗരനും അവൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവവും പെരുന്നാളുമാണ് അവൻ്റെ വോട്ടിംഗ് ഡേ. ത്രിതല പഞ്ചായത്ത് മുതൽ സംസ്ഥാന ഭരണങ്ങളിൽ, കേന്ദ്ര ഭരണങ്ങളിൽ വരെ നമ്മൾ ആര് ഭരിക്കണമെന്ന് നമ്മൾ ഓരോ 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരനും തീരുമാനിക്കാൻ കഴിയുന്ന ശരിക്കും ഒരു ആവേശകരമായ ദിവസമാണ്. അപ്പം നമ്മളൊരു പെരുന്നാളിനോട് സമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വേഷമാണ് ഇട്ടിരുന്നത്. ജനവിധി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശരിക്കും നമ്മളെ പെരുന്നാളാണല്ലോ, അപ്പം ആ പെരുന്നാളിൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് വൈവിധ്യവും സമ്പുഷ്ടവും പല ജാതി മത സാംസ്കാരിക നാഗരികതകളുള്ളൊരു വെറൈറ്റി രാജ്യമാണ്. ലോകം തന്നെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഭാഷകളായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും ഒക്കെ. അപ്പം നമുക്ക് ഈ രാജ്യത്ത് ഏത് വസ്ത്രവും ധരിക്കാം, ഏത് ഭക്ഷണം കഴിക്കാം, ഏത് മതത്തിലും ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. അതിനൊന്നും ഇവിടെ ആരും തടസ്സവും ബുദ്ധിമുട്ടില്ല. അപ്പൊ ആ ഒരു സന്ദേശം കൂടി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്. സംഭവം ഞാനിത് കുറെ ആൾക്കാരെ ഇപ്പൊ ഇതില് വോട്ട് ചെയ്ത് പോയി. ഓരോരുത്തർ കേവലം ഒരു വോട്ട് ചെയ്ത് വരിക എന്ന് മാത്രം ഉള്ളൊരു ആ ഒരു ഡ്രസ്സിൽ വരിക എന്നല്ലാതെ നിങ്ങളെപ്പോലെ ഒരു എന്താ പറയാ പെരുന്നാള് പോലെ കൊണ്ടുവരുന്ന സംഗതി. ഇതൊരു പെരുന്നാളാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൽ ഇനി അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ മഹോത്സവവും ബലിപെരുന്നാളുമാണ്. അപ്പൊ അത് നമ്മൾ ആ പെരുന്നാൾ പോലെ തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെ ഇട്ടത്. ഞാൻ പോയി ചെയ്തു. ഓക്കെ.